അപ്പൊ നമുക്ക് ഇന്ന് സോൾഡറിങ് ആൻഡ് പി സി ബി എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് സോൾഡറിങ് ആൻഡ് പി സി ബിയിൽ സോൾഡറിങ് എന്നുള്ള പോർഷനാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോൾഡറിങ്ങിൽ നമ്മൾക്ക് നമ്മുടെ സിലബസിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാണ് നമ്മൾ സോൾഡർ ചെയ്യണത്. അപ്പൊ ആദ്യം നമ്മൾ സോൾഡറിങ്ങിന്റെ ആവശ്യകത എന്താണ്, അല്ലെങ്കിൽ അത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യണത് എന്ന് നമ്മൾ നോക്കും. പിന്നെ സോൾഡറിങ് സിസ്റ്റത്തിലെ ഡിഫറെന്റ് ടൂൾസ് അല്ലെങ്കിൽ ഡിഫറെന്റ് കമ്പോണൻസിനെ നമ്മൾ പരിചയപ്പെടും. അതിൽ സോൾഡറിങ് അയൺ ഉണ്ട്, പിന്നെ സോൾഡറിങ് സ്റ്റേഷൻ സെയിം പർപ്പസ് തന്നെയാണ്, പക്ഷെ ഒന്ന് മറ്റതിനെക്കാട്ടും അഡ്വാൻസ്ഡ് വേർഷൻ ആണെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അടുത്തത് ബ്രാസ് ഓർ കൺവെൻഷണൽ സ്പോഞ്ച്. ഇത് എന്തിനാണ് നമ്മൾ സോൾഡറിംഗിൽ യൂസ് ചെയ്യുന്നത്, ബ്രാസ് എന്തിനാണ് അല്ലെങ്കിൽ സ്പോഞ്ച് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പഠിക്കണം. അതിനുശേഷം സോൾഡറിന്റെ ഫംഗ്ഷൻ എന്താണ്, സോൾഡർ എന്താണ് ചെയ്യുന്നത്, പിന്നെ ഫ്ലക്സ്. അപ്പൊ ഫസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് വാട്ട് ഈസ് സോൾഡറിങ്, എന്താണ് സോൾഡറിങ് എന്നുള്ളത് നമുക്ക് നോക്കാം. സോൾഡറിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ജോയിനിങ് ടു ഓർ മോർ സിമിലർ ഓർ ഡിസിമിലർ മെറ്റൽസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ തേർഡ് മെറ്റീരിയൽ യൂസിങ് ഹീറ്റ് ബട്ട് വിതൗട്ട് മെൽറ്റിംഗ് ദ ഒറിജിനൽ മെറ്റൽസ്. എന്താ ഡെഫിനിഷൻ പറയണേന്ന് നമുക്കൊന്ന് നോക്കാം. സോൾഡറിംഗ് പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ മെറ്റൽസിനെ, അത് ഒരേപോലെയുള്ള മെറ്റൽസ് ആവാം അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് മെറ്റൽസ് ആവാം. ഒന്നുകിൽ കോപ്പർ അല്ലെങ്കിൽ അയൺ, കോപ്പർ അയൺ അല്ലെങ്കിൽ രണ്ട് കോപ്പർ മെറ്റൽസ്. അങ്ങനെ നമുക്ക് സിമിലർ ആയിട്ടുള്ള ഒരേപോലെയുള്ള മെറ്റൽസിനെയോ അല്ലെങ്കിൽ ഡിസിമിലർ ആയിട്ടുള്ള മെറ്റൽസിനെയോ ജോയിൻ ചെയ്യിപ്പിക്കണം. എങ്ങനെയാണ് നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കാൻ പോണത്? ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മൂന്നാമതൊരു മെറ്റീരിയലും കൂടെ യൂസ് ചെയ്യും. നമ്മളുടെ രണ്ട് മെറ്റൽസ് കൂടാണ്ട് നമ്മൾ മൂന്നാമതൊരു മെറ്റീരിയലും കൂടെ യൂസ് ചെയ്യും. ആ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് ഹീറ്റും കൂടെ യൂസ് ചെയ്തിട്ട് നമ്മൾ മൂന്നാമത്തെ മെറ്റീരിയലിനെ മെൽറ്റ് ചെയ്ത് ആ രണ്ട് മെറ്റൽസിന്റെ ഇടയിലുള്ള ജോയിന്റിലേക്ക് നമ്മൾ ഫിക്സ് ചെയ്യുക ചെയ്യണത്. അതിനെയാണ് നമ്മൾ സോൾഡറിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സോൾഡറിംഗ് ചെയ്യുമ്പോൾ അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുത്തിട്ടുള്ള ഒറിജിനൽ മെറ്റൽസ് ഉണ്ടല്ലോ, അത് മെൽറ്റ് ചെയ്യാൻ പാടില്ല. വെൽഡിങ്ങിനെക്കാട്ടും ഡിഫറെന്റ് ആണ് സോൾഡറിംഗ് എന്ന് പറയുന്നത്. ശരിക്കും വെൽഡിങ്ങും സോൾഡറിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം തന്നെയാണ്. രണ്ട് മെറ്റൽസിനെ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ മെറ്റൽസിനെ ജോയിൻ ചെയ്യിപ്പിക്കുക തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ വെൽഡിങ്ങും സോൾഡറിംഗും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജോയിൻ ചെയ്യാൻ എടുക്കുന്ന മെറ്റൽസ് വെൽഡിങ്ങിൽ അത് മെൽറ്റ് ചെയ്യും, പക്ഷെ സോൾഡറിംഗിൽ ആ മെറ്റൽസ് മെൽറ്റ് ചെയ്യില്ല. ഏതാണ് പിന്നെ മെൽറ്റ് ചെയ്യുക? നമ്മള് ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് മൂന്നാമതൊരു മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ട്. ആ മെറ്റീരിയൽ മാത്രമാണ് സോൾഡറിംഗിൽ മെൽറ്റ് ചെയ്യുക. അപ്പൊ എന്തായിരിക്കണം അതിന്റെ പ്രത്യേകത? ആ മൂന്നാമത്തെ മെറ്റീരിയലിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജോയിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന രണ്ട് മെറ്റലിന്റെ മെൽറ്റിംഗ് പോയിന്റിനെക്കാട്ടും കുറവായിരിക്കണം ആരുടെ മെൽറ്റിംഗ് പോയിന്റ്? നമ്മൾ എടുക്കുന്ന മൂന്നാമത്തെ മെറ്റീരിയലിന്റെ മെൽറ്റിംഗ് പോയിന്റ്. അപ്പൊ നമ്മൾ സോൾഡറിംഗിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മൂന്നാമത്തെ മെറ്റീരിയലിനെ നമ്മൾ പറയുന്ന പേരെന്താണ്? ദ തേർഡ് മെറ്റീരിയൽ ഈസ് കോൾഡ് ആസ് ഫില്ലർ മെറ്റീരിയൽ ഓർ സോൾഡർ. അപ്പൊ സോൾഡർ ആണ് നമ്മൾ, സോൾഡർ എന്ന് പറയുന്ന മെറ്റീരിയൽ അല്ലെങ്കിൽ മെറ്റീരിയൽ അല്ല, സോൾഡർ എന്നാണ് അതിന്റെ പേര്. അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? നമ്മൾ നമ്മളുടെ ഒറിജിനൽ പാരന്റ് മെറ്റൽസിനെ ജോയിൻ ചെയ്യിപ്പിക്കുന്നത്. ഇനി എന്താണ് സോൾഡറിന്റെ പ്രത്യേകത? സോൾഡറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് സോൾഡർ ഷുഡ് ബി ലോവർ ദാൻ ദ മെറ്റൽസ് ടു ബി ജോയിൻഡ്. നമ്മൾ എടുക്കുന്ന മെറ്റൽസിനെക്കാട്ടും മെൽറ്റിംഗ് പോയിന്റ് കുറവായിട്ടുള്ള മെറ്റീരിയൽ ആണ് സോൾഡറിന് യൂസ് ചെയ്യാൻ പാടുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? ഹലോ, റെസ്പോണ്ട് ചെയ്യണം. ഇനി വേറെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്, നമുക്ക് പരീക്ഷകളിലൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോൾഡർ എന്ന് പറയുന്ന മെറ്റീരിയൽ ഒരു അലോയ് ആയിരിക്കും. അത് വേറൊരു എന്താണ് അലോയ് എന്ന് പറഞ്ഞാല്? ഒന്നിൽ കൂടുതൽ മെറ്റൽസിന്റെ സങ്കരം, അതിനെയാണ് നമ്മൾ അലോയ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു അലോയ് മെറ്റീരിയൽ ആയിരിക്കും സോൾഡർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ സോൾഡറിങ്ങിന് യൂസ് ചെയ്യുന്ന അലോയ് എന്ന് പറയുന്നത് ടിന്നും ലെഡിന്റെയും കൂടെ കോമ്പോസിഷൻ ആണ്. ടിന്നും ലെഡും കൂടെ ചേർന്നിട്ടുള്ള അലോയ് ആണ് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? സോൾഡറിങ്ങില് സോൾഡർ അല്ലെങ്കിൽ ഫില്ലർ മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി അതിന്റെ പ്രൊപ്പോർഷൻ, അതും ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം നമ്മൾ. പ്രൊപ്പോർഷൻ എങ്ങനെയാണ്? ടിന്ന് 60%, ലെഡ് 40%. ഇതാണ് നമ്മൾ ജനറൽ ആയിട്ട് പറയുന്ന പെർസെന്റേജ്. കുറെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോൾഡറിനനുസരിച്ചിട്ട് ഈ പെർസെന്റേജിനും വ്യത്യാസം വരും. പക്ഷെ നമ്മൾ ജനറൽ ആയിട്ട് നമ്മൾ പറയുന്ന സമയത്ത് the percentage of tin and lead in solder is
60% tin and 40% lead. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഈ റെഡ് കളറിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളതെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പരീക്ഷയ്ക്ക് പഠിക്കേണ്ടതാണ് കേട്ടോ. ഓക്കെ. ഇനി അടുത്ത നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ സോൾഡറിങ് ചെയ്യണത് എന്നുള്ളത് നമ്മൾ നോക്കണം. സോൾഡറിങ് ഓൾറെഡി ഞാൻ പറഞ്ഞു, സോൾഡറിങ് എന്താണെന്ന് പറഞ്ഞു. രണ്ട് മെറ്റൽസിനെ നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കുകയാണ്. സോൾഡർ എന്ന് പറയുന്ന മൂന്നാമത്തെ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് അതൊരു അലോയ് ആണെന്ന് പറഞ്ഞു. അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് കുറവാണെന്ന് പറഞ്ഞു, പാരന്റ് മെറ്റൽസിനെക്കാട്ടും കുറവാണെന്ന് പറഞ്ഞു. അത് ആ അലോയ് ടിന്നും ലെഡിന്റെയും കോമ്പോസിഷൻ ആണെന്നും പറഞ്ഞു, അതിന്റെ പെർസെന്റേജും പറഞ്ഞു. ഇനി നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ സോൾഡറിങ് ചെയ്യണേന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മൾ സോൾഡറിങ് ചെയ്യണതിന്റെ ഉദ്ദേശം? നമ്മൾ രണ്ട് മെറ്റൽസിനെ ജോയിൻ ചെയ്യിപ്പിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ആ രണ്ട് മെറ്റൽസിന്റെയും ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി സെയിം ആക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ മാത്രമേ പ്രോപ്പർ ആയിട്ടുള്ള കണ്ടക്ഷൻ നടക്കുള്ളൂ. ശരിക്കും നമുക്ക് ഇപ്പൊ ഇലക്ട്രിക്കൽ വയറിങ്ങിലാണ് നമ്മൾ സോൾഡറിങ് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു ഭാഗത്ത് വരുന്ന കറണ്ട് ആണെങ്കിൽ വോൾട്ടേജ് ആണെങ്കിൽ അത് അതേപോലെ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കിട്ടണം നമ്മൾ ജോയിൻ ചെയ്യുന്നത്. അപ്പൊ ആ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി നമുക്ക് സെയിം ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോൾഡറിങ് യൂസ് ചെയ്യുന്നത്. അപ്പൊ സോൾഡറിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് മെയ്ഡ് ഇൻ ഓർഡർ ടു മേക്ക് ദ കണ്ടക്ടിവിറ്റി ഓഫ് ദി മെറ്റൽസ് ടു ബി ജോയിൻഡ് സിമിലർ. നമ്മൾ ജോയിൻ ചെയ്യാൻ പോകുന്ന മെറ്റൽസിന്റെ കണ്ടക്ടിവിറ്റി സിമിലർ ആക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ വേറെ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ രണ്ട് മെറ്റൽസിന്റെയും കണ്ടക്ടിവിറ്റി ഒന്നും കൂടി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സോൾഡറിങ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ സോൾഡറിങ്ങിന് വേറെയും കുറെ അപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. It is also used for assembling electrical and electronic components. നമുക്കറിയാം, നമ്മൾ ഓൾറെഡി ചെയ്യുന്നതാണ്. ഇലക്ട്രോണിക്സ് കമ്പണൻസും ഇലക്ട്രിക്കൽ കമ്പണൻസും നമുക്ക് ഒരു PCBയിൽ അസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും? സോൾഡറിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് യൂസ് ചെയ്യും. അടുത്തത് വയറിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ സോൾഡറിംഗ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇങ്ങനെ നമ്മൾ സോൾഡർ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ സോൾഡർ ചെയ്യുന്ന മെറ്റൽസിനും വയേഴ്സിനും ഒക്കെ എന്താണ് അവരുടെ മെക്കാനിക്കൽ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു ബോർഡിൽ നമ്മൾ അത് ഫിക്സ് ചെയ്യുന്ന സമയത്ത് അത് കുറച്ചും കൂടി സ്ട്രോങ് ആവുകയാണ് ചെയ്യുന്നത്, നമ്മൾ ബ്രെഡ് ബോർഡിൽ ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ. ഇനി വേറെയും കുറെ യൂസുകൾ ഉണ്ട്. നമ്മൾ ഇലക്ട്രിക്കൽ വയറിംഗിൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് വയറിംഗിൽ മാത്രമല്ല സോൾഡറിംഗ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ പ്ലംബിംഗ്, ഷീറ്റ് മെറ്റൽ ഫാബ്രിക്കേഷൻ, ഇതിനൊക്കെ നമ്മൾ സോൾഡറിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇലക്ട്രിക്കൽ വർക്ക്സിൽ യൂസ് ചെയ്യുന്ന സോൾഡറിംഗ് ടെക്നിക്ക് അല്ല ഈ പ്ലംബിംഗിലും ഷീറ്റ് മെറ്റൽ ഫാബ്രിക്കേഷനിലും ഒന്നും യൂസ് ചെയ്യുന്നത്. ടെക്നിക്ക് വ്യത്യാസമാണ്. അപ്പൊ അവിടെ നമ്മൾ വെൽഡിംഗ് കാര്യങ്ങൾ അങ്ങനെ ബ്രേസിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പറയാറ്. അതല്ല നമുക്ക് പഠിക്കാനുള്ളത്. നമുക്കിവിടെ പഠിക്കാനുള്ള ഇലക്ട്രോണിക് സോൾഡറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സോൾഡറിംഗ് ആണ്. അതുകൊണ്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു? PCBയിൽ സർക്യൂട്ട് കമ്പോണൻസ് എല്ലാം സോൾഡർ ചെയ്യുന്നു. ഇനി അതാണ് നമുക്ക് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത്. അതാണ് ഞാൻ ലാസ്റ്റ് എഴുതിയിരിക്കുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ജോയിൻ വയേഴ്സ് ഓർ അറ്റാച്ച്ഡ് കമ്പോണൻസ് ടു എ PCB. ഇതാണ് നമ്മളുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ഇവിടെ. ഇനി അടുത്തത് നമുക്കൊരു സോൾഡറിംഗ് സിസ്റ്റത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉള്ളത് എന്ന് നോക്കണം. അപ്പൊ ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന ഫിഗറിൽ നമുക്ക് കാണാം സോൾഡറിംഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതിന്റെ ഒരു റഫ് ഫിഗർ ആണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ സർക്യൂട്ട് ബോർഡ് ഉണ്ട്, ഈ ഗ്രീൻ കളറിൽ കാണുന്നതാണ് നമ്മളുടെ സർക്യൂട്ട് ബോർഡ്. ആ സർക്യൂട്ട് ബോർഡിൽ നമ്മൾ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡിൽ നമുക്ക് ആവശ്യമുള്ള ഡിസൈൻ നമ്മൾ ചെയ്തിട്ട് അവിടെ ഒരു സർക്യൂട്ട് ഓൾറെഡി നമ്മൾ മേക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അവിടെ നമുക്കൊരു LED എന്ന് പറയുന്ന കമ്പോണന്റിനെ നമുക്ക് സോൾഡർ ചെയ്ത് വെക്കണം. അപ്പൊ അവിടെ ഓൾറെഡി കോപ്പർ പാഡ്സ് അവിടെ അവൈലബിൾ ആയിരിക്കും, ഹോൾസും അവൈലബിൾ ആയിരിക്കും. ആ ഹോൾസിലൂടെ നമ്മൾ ഈ LED എന്ത് ചെയ്തു? ഈ LED ഈ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡിലേക്ക് അറ്റാച്ച് ചെയ്തു. പക്ഷെ ഇതിപ്പോ അവിടെ ഫിക്സ്ഡ് അല്ല. ഇനി നമുക്ക് അതിന് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോൾഡറിംഗ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് വേണം? ഒരു സോൾഡറിംഗ് അയൺ വേണം. അപ്പൊ സോൾഡറിംഗ് സിസ്റ്റത്തിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടൂൾ ആണ് സോൾഡറിംഗ് അയൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ സോൾഡറിംഗ് അയൺ നമ്മൾ യൂസ് ചെയ്തിട്ട് ഈ എന്ത് ചെയ്യണം? ഇവിടെയുള്ള ഈ കോപ്പർ പാഡിനെയും ഈ LED-യുടെ ഈ LED-യുടെ ഈ സ്ട്രാൻഡിനെയും നമുക്ക് ഫിക്സ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതാണ് നമ്മളുടെ പാരന്റ് മെറ്റൽ. ഈ കോപ്പർ ക്ലാഡും ഈ LED-യുടെ കാലുമാണ് നമ്മളുടെ പാരന്റ് മെറ്റൽസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ നമുക്ക് ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തേർഡ് മെറ്റീരിയൽ യൂസ് ചെയ്യും. അതാണ് ഈ സോൾഡർ ആണ് നമ്മൾ തേർഡ് മെറ്റീരിയൽ അല്ലെങ്കിൽ ഫില്ലർ മെറ്റീരിയൽ എന്ന് പറയും. സോൾഡർ യൂസ് ചെയ്യും. അപ്പൊ ഈ സോൾഡർ എന്ത് ചെയ്യും? ഈ സോൾഡറിംഗ് അയണിന്റെ ഹെൽപ്പോട് കൂടി, സോൾഡറിംഗ് അയൺ ഓൾറെഡി ഹീറ്റ് ചെയ്തിട്ടുണ്ടാകും, ആ സോൾഡറിംഗ് അയണിന്റെ ഹീറ്റ് ഉപയോഗിച്ച് ഈ സോൾഡർ എന്ന് പറയുന്ന മെറ്റീരിയലിനെ മെൽറ്റ് ചെയ്യിപ്പിക്കും. മെൽറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഇതിന്റെ രണ്ടിന്റെയും ഈ ജോയിന്റിലേക്ക് നമ്മൾ ഈ മെൽറ്റ് ചെയ്തിട്ടുള്ള അലോയ് അവിടെ ഫിക്സ് ചെയ്യിപ്പിക്കും. അങ്ങനെ അവിടെ ഒരു ബോണ്ട് ഉണ്ടാകും. അങ്ങനെയാണ് നമ്മൾ സോൾഡറിംഗ് ചെയ്യണത്.
അപ്പൊ ആ ഒരു പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ സിസ്റ്റത്തിൽ സോൾഡറിംഗ് സിസ്റ്റത്തിന് അവൈലബിൾ വേണ്ടിയിട്ടുള്ള കമ്പോണൻസ് ആണ് നമ്മളിവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ് മെറ്റീരിയൽസ്, സോറി ഏതൊക്കെയാണ് നമ്മളുടെ ടൂൾസ് എന്ന് നോക്കാം. ഒന്നാമത്തത് സോൾഡറിംഗ് അയൺ ആണ്. രണ്ടാമത്തത് സോൾഡറിംഗ് സ്റ്റേഷൻ. പിന്നെ സോൾഡറിംഗ് അയണും സോൾഡറിംഗ് സ്റ്റേഷനും തമ്മിൽ വ്യത്യാസം ഉണ്ടോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടിനും സെയിം പർപ്പസ് ആണ്. പക്ഷെ സോൾഡറിംഗ് സ്റ്റേഷൻ സോൾഡറിംഗ് അയണിനെക്കാട്ടും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണ്. പിന്നെ മൂന്നാമത്തത് ബ്രാസ് അല്ലെങ്കിൽ കൺവെൻഷണൽ സ്പോഞ്ച്. അതൊക്കെ എന്താണെന്ന് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. അടുത്തത് സോൾഡറിംഗ് അയൺ സ്റ്റാൻഡ്, പിന്നെ സോൾഡർ, ഫ്ലെക്സ്.